ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല റെസിപ്പികളും ഉണ്ടാക്കിയെടുക്കാം. സ്നാക്സ് ആയാലും ഇഡലി, ദോശ, ഇങ്ങനെ പല റെസിപ്പികളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചോറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാകുമ്പോൾ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് തന്നെയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് മെയിനായിട്ട് ആവശ്യമുള്ളത് തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ 3 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് പീസാക്കി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എത്ര കണ്ട് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് തക്കാളിയുടെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പേസ്റ്റ് ആയാലും പ്രശ്നമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില വേണം, കുറച്ച് മല്ലിയിലയും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ റൈസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ റൈസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഫെന്നൽ സീഡ്. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം പകുതി വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അതിനുശേഷം മാത്രമേ നമ്മൾ മസാലപ്പൊടികൾ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ. അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്കിടെ തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത് കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി ഇത് അടച്ചു വെക്കാണ്. ജസ്റ്റ് 1 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ബാക്കിയുള്ള തക്കാളിയൊക്കെ നമുക്ക് ഈ തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. എല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർക്കാനുണ്ട്. ഞാൻ ഇതിലോട്ട് ആദ്യമായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ റൈസിനൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്.
പിന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറായിരിക്കും ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. റൈസിൽ നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നതെങ്കിൽ ഉപ്പ് കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ റൈസിലേക്ക് കൂടിയുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പോൾ തുറന്നിട്ട് ഇതിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാണ്. നമ്മൾ എന്ത് തയ്യാറാക്കിയെടുക്കുമ്പോഴും മസാലപ്പൊടി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ മൂത്ത് വരികയും ചെയ്യും. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഇപ്പം മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. കുറുവ റൈസിൻ്റെ ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഏത് ചോറും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. മട്ടയരി ആയാലും ഇല്ലെങ്കിൽ പൊന്നി റൈസ് ആയാലും പിന്നെ റേഷൻ കടയിൽ അരി ആയാലും പച്ചരി ആയാലും ഒന്നും പ്രശ്നമില്ല. ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറുവ റൈസാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ഇനി ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതൊക്കെ നന്നായിട്ട് ചൂടായി വരണം. അതുവരെ നമ്മളിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ മസാലയും ചോറൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ തലേ ദിവസത്തെ ചോറാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും എടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി എടുക്കരുത്. അത് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രം ഈ റൈസ് ഉണ്ടാക്കിയെടുക്കുക. തണുപ്പോട് കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കരുത്. ഇതുപോലെ നമ്മൾ അടിച്ചു വെക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അടിക്ക് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ 1-2 തവണ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ റൈസൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാനിവിടെ 3 തവണ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. ഇതിലോട്ട് ചിക്കനോ ബീഫോ ഫിഷോ ഒന്നും ഇല്ലെങ്കിൽ കൂടി നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. തണുത്തിട്ട് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും അച്ചാറോ ഇല്ലെങ്കിൽ എന്താ പറയുക ചട്ടണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റായിരിക്കും. ഇത് ഞാനിവിടെ ഈ പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് കമിഴ്ത്തി കൊടുക്കാം. ഇങ്ങനെ കമിഴ്ത്തി കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇതുപോലെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം. അപ്പം ഞാനിതൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ കമിഴ്ത്തി കൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ റൈസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബാക്കി വന്ന ചോറ് കളയാതെ ഇതുപോലുള്ള എന്തെങ്കിലും വെറൈറ്റി റെസിപ്പികളൊക്കെ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. താങ്ക് യു.